അമൃത ആൻഡ് ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് നമ്മളെ ഗ്രാജുവേഷൻ വ്ളോഗാണ്. ഞാൻ 2 years ബാക്ക് നാട്ടിൽ നിന്ന് സ്വീഡനിലേക്ക് വരുമ്പോൾ എടുത്ത വ്ളോഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 2 years ഇത്രയും പിടിയിന്ന് പോയി. പക്ഷേ ഈ കഴിഞ്ഞ 2 കൊല്ലം എൻ്റെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 കൊല്ലമായിരുന്നു. പുതിയ രാജ്യത്തേക്ക് വന്നതും ഇവിടെ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്തതും നല്ല കുറച്ച് ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയതും നല്ല ലെക്ചേഴ്സ് കേൾക്കാൻ പറ്റിയതും കംപ്ലീറ്റ്ലി ഒരു ഗ്രോത്ത് പീരീഡ് തന്നെയായിരുന്നു. ഇന്ന് ഗ്രാജുവേഷനാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആൻഡ് എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഗ്രാജുവേഷൻ സെറിമണിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്താന്ന്. ഇന്നേ വരെ ഒരു ഗ്രാജുവേഷൻ സെറിമണി അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. സോ ആ കാര്യത്തിൽ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഇന്നത്തെ ദിവസം വരാൻ വേണ്ടിയിട്ട്. എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ ഏടിയോ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ, പിന്നെ സ്റ്റുഡൻ്റ് അല്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. ഇനി ജോബ് ഹണ്ട് സ്റ്റാർട്ട് ചെയ്യണം, ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങണം. പക്ഷേ ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഹാപ്പി ആയിട്ട് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ഞാൻ സാരിയാണ് ഉടുക്കുന്നത്. അതും എൻ്റെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഗ്രാജുവേഷന് സാരി ഉടുക്കണം എന്നുള്ളത്. ഇന്നലെ അവൻ എത്തിയിട്ടുണ്ടായിരുന്നു. അവനാണ് എനിക്കുള്ള സാരി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഗ്രാജുവേഷൻ പ്രെപ്പ് വ്ളോഗ് കണ്ടിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഐ കാർഡ്സിലെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂട്ടോ. അതും ക്ലോസ്ഡ് ഹാർട്ട് ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. ഇന്നലെ രാത്രി എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായില്ല. ഓൾറെഡി കിടക്കാൻ ഞാൻ ലേറ്റായി, മുടിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ടും കിടന്നിട്ടും എനിക്ക് എന്തൊക്കെ സന്തോഷം കൊണ്ടൊക്കെ ഉറക്കം വരുന്നില്ല. അങ്ങനെ ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഒരു 4:30-5 മണി ആയപ്പോഴത്തേക്ക് ഞാൻ എണീറ്റു. എന്നിട്ട് ഞാൻ എൻ്റെ മുടി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ ഓൾറെഡി കുറച്ച് ചെയ്തിട്ടാണ് കേട്ടോ കിടന്നത്. എന്നാലും രാവിലെ എഴുതി കുറച്ചും കൂടി ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം ലൂസ് കേൾസ് ചെയ്തിടണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എണീറ്റിട്ട് ആ പണി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ട് ബിടെക് ചൂസ് ചെയ്തപ്പം ഞാൻ അത്ര ഹാപ്പി ആയിട്ടൊന്നല്ല ആ കോഴ്സ് എടുത്തത്. അതും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഒട്ടും താല്പര്യമില്ലാണ്ടാണ് ഞാൻ പഠിച്ചു തീർത്തത്. അതുകൊണ്ട് തന്നെ ഒരു മാസ്റ്റേഴ്സ് ചെയ്യാന്നുള്ളത് എൻ്റെ പ്ലാനിൽ പോലും ഉണ്ടായില്ല. പിന്നെ ഒരു 3rd year അല്ലെങ്കിൽ 4th year ഒക്കെ എത്തിയപ്പോഴാണ് അമൻ എന്നെ ഇങ്ങനെ അന്യായ മോട്ടിവേഷൻ എന്നൊക്കെ പറയണ പോലെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഓക്കെ എന്നാൽ മാസ്റ്റേഴ്സ് ചെയ്യുക എന്നുള്ളൊരു തോട്ടിലേക്ക് ഞാൻ എത്തിയത്. അപ്പോഴും എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യുള്ളൂ എന്ന്. അങ്ങനെയാണ് ഞാൻ സസ്റ്റൈനബിൾ എനർജി എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് കണ്ടുപിടിച്ചത്. ഇനി ഇതിനെപ്പറ്റി കുറച്ച് പറയാം. ഈ സാരി ഞാൻ പ്രകൃതി ബൈ രമ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിൽ കോഴിക്കോട് പോയിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇതെനിക്ക് അച്ഛനും അമ്മയും ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു വിട്ടതാണ്. പക്ഷെ ഞാനിത് ഗ്രാജുവേഷൻ അന്ന് തന്നെ പൊട്ടിച്ച് ഇട്ടു, അത്രേ ഉള്ളൂ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആൻസി എനിക്ക് വേറൊരു പാക്കും കൂടെ കൊണ്ടു തന്നത്. ഇത് ദേവിക കൊടുത്തു വിട്ടാണ്. എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായില്ല. അപ്പം ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്തും ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ദേവികയ്ക്കൊക്കെ അറിയായിരുന്നു ഞാൻ ഈ ഒരു സാരിയാണ് ഇന്ന് ഉടുക്കാൻ പോണേന്ന്. അതുകൊണ്ട് അതിന് ചേരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആയിരുന്നു. ഐ വാസ് സോ ഹാപ്പി. അപ്പം ഞാൻ അപ്പം തന്നെ അതൊക്കെ എടുത്തിട്ടു. നമ്മൾ സാരി ഉടുത്തു. ആൻസി വാസ് ഹിയർ ടു ഹെൽപ്പ്. അവൻ ഇവിടെ ഉണ്ടായിരുന്നു നോക്കി നിൽക്കാൻ. അതെ, അപ്പം സാരി ഒരുവിധം ഇന്നലെ ഉടുത്തതിനേക്കാളും ഭേദമായിട്ട് ഉടുത്തിട്ട്. പിന്നെ ഇന്നലെ അവൻ അയൺ ചെയ്ത് തന്നിട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. അത് ഇന്നലത്തെ വ്ളോഗിലാണ്, ഗ്രാജുവേഷൻ പ്രെപ്പിൽ ഇട്ടിട്ടുണ്ട്. സാരിയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊന്ന് വീട്ടിൽ അച്ഛനും അമ്മേനെ വിളിച്ച് കാണിച്ചു. പക്ഷെ ഒരു പുറത്തായതുകൊണ്ട് കുറേ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. മേക്കപ്പ് ഒന്നും ചെയ്തില്ല കേട്ടോ. ആൻഡ് ആൻസി ആണെന്ന് ഇന്നും ഇന്നലെയും വെഞ്ഞാന്നൊക്കെ ആയിട്ട് ഫുൾ ടൈം മോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നോക്കുകയാണെങ്കിൽ ഇന്ന് എക്സാം ഉണ്ട്, പക്ഷേ ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ മെല്ലെ എൻ്റെ മേക്കപ്പ് ഒക്കെ ചെയ്യാനിരുന്നു. ഇന്ന് ചെയ്തിട്ടുള്ള മേക്കപ്പ് എനിക്ക് ആസസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് സമയം എടുത്തിട്ടൊന്നുമല്ല ചെയ്തത്. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. പിന്നെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇങ്ങനെയാണ്. കൊള്ളാമല്ലേ, ബേസ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും റെഡിയായി ഇറങ്ങി കേട്ടോ. ഒന്ന് അധികം മഴ കാണിച്ചിരുന്നു, പക്ഷെ എനിക്ക് പെയ്യുന്നില്ല. എന്ത് ഭാഗ്യത്തിന് ഞാൻ പെയ്യാണ്ടിരുന്നാൽ മതിയിരുന്നു. പക്ഷെ സാരി കൊടുത്തിട്ട് എനിക്ക് അങ്ങോട്ട് തൃപ്തി വന്നിട്ടില്ല. ഓക്കെ, എന്തായാലും നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 5 minutes ബസ് ഉണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷെ ഇന്നത്തെ എൻ്റെ മെയിൻ ടെൻഷൻ എൻ്റെ പേര് വരുന്നത് വായിക്കാന്നുള്ളതാണ്. അതെനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. ഒരുവിധം ആട്ടോ ഇവനപ്പം ഇറക്കിയത്. ഇതുവരെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റു ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. എന്നിട്ട് ആ ആൻസി പാവ എന്നെ സാരി ഇട്ട് കൊടുപ്പിച്ചത്. ഇവൻ വലിയ ഡയലോഗ് വെച്ച് ഇവന് സ്വന്തമായിട്ട് സാരി ഉടുപ്പിക്കാൻ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സാരി ഉടുക്കാൻ വിചാരിച്ചത്. പിന്നെ പറഞ്ഞാൽ അങ്ങനെ അറിയൊന്നുമില്ല. ബ്രോ എക്സൈറ്റഡ് ആണോ? പിന്നല്ല, എന്റെ ഔട്ട്ഫിറ്റ് അതല്ല, എന്റെ ഗ്രാജുവേഷൻ നീ എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആൻഡ് പ്രൗഡ് ആണ്. നാല് വർത്തമാനം പറഞ്ഞോ ബ്രോ. വെൽ ഡൺ. വളരെ സൂപ്പർ ആയിട്ട് സൈഡിലേക്ക് ഇനി 2 ആളെ കൊള്ളു. സൂപ്പർ വർക്ക്. കൺഗ്രാറ്റ്സ് ഓൺ ദി ഗ്രാജുവേഷൻ. നമ്മളെ ഗ്രാജുവേഷൻ സെറിമണി നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ലുണ്ടഗാർഡിന് അടുത്തുള്ള ഒരു ബിൽഡിംഗ് നടട്ടോ, AF ബോർഡിൽ. ഗ്രാജുവേഷൻ സെറിമണി 12 മണിക്കാണ്. പക്ഷെ ഞങ്ങളോട് എല്ലാവരോടും 10:30-10:45 ആകുമ്പോഴത്തേക്ക് ഗ്രാജുവേഷൻ സെറിമണി നടക്കുന്ന സ്ഥലത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റോൾ കോളിലും എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടാണ്. കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തു. സെയിം ശ്രീ എല്ലാവരും ഉണ്ടായിരുന്നു.
നമ്മളെ സെറിമണി നടക്കുന്ന ഹാളിലേക്ക് പോവാം. ഞാൻ സസ്റ്റൈനബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സ് കണ്ടുപിടിച്ചിടത്തിലല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത്. കോഴ്സ് കണ്ടുപിടിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ, ഒരു കൺട്രി ചൂസ് ചെയ്യണം, അവിടേക്കുള്ള വിസ കിട്ടണം, അങ്ങനെ എല്ലാ സ്റ്റേജിലും എന്തെങ്കിലുമൊക്കെ തടസ്സം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നിപ്പം ആഫ്റ്റർ 2 years കോഴ്സൊക്കെ കഴിഞ്ഞു, ഗ്രാജുവേഷൻ സെറിമണിക്ക് വേണ്ടിയിട്ട് നമ്മൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴുള്ള വേറൊരു സംശയമായിരുന്നു, ഇവിടെ വന്ന ഫ്രണ്ട്സ് ഉണ്ടാവോ, യൂറോപ്യൻസ് ഒക്കെ നമ്മളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യോ? എനിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. Of the Faculty of Engineering in LH Christopher Ludwig. Welcome. അതിനുശേഷം കുറച്ച് ആൾക്കാരുടെ സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തത്. I stood in the Union Building welcoming new first-year students. It was a And I hope this day will be something to remember. I guess all guests and graduates are sure to welcome to join us for light refreshments, and they will be served in Starbucks foyer. Aldita Syma Suresh. Melissa Guangcha. Sten Fredrik Hussenga. സെറിമണി കഴിഞ്ഞതിന് ശേഷം ഒരു ഇന്റർവ്യൂ ബൈറ്റ് കൊടുക്കാനുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി അക്കൗണ്ടിന് വേണ്ടിയിട്ട്. ഇതാണ് ടീം, തിമോത്തി എന്നാണ് പേര്. എനിക്കൊരു മെന്ററെ പോലെയാണ്. ഇൻസ്റ്റഗ്രാം അംബാസഡർ ആയിട്ടും സ്റ്റുഡൻറ് ലൈഫ് സാറ്റർഡേ റീൽസ് ഒക്കെ ചെയ്യുമ്പോഴും എന്നെ കംപ്ലീറ്റ്ലി മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിനുശേഷം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആൻഡ് എൻ്റെ ഒരു ഫ്രണ്ട് ദവീദെ നമ്മളെ ക്ലാസ്സിലെ എല്ലാവർക്കും ഒരു ഗ്രാജുവേഷൻ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അവൻ ഇറ്റലിയിൽ നിന്നുള്ള ആളാണ്. സോ അവരെ ഒരു ട്രഡീഷൻ ആണോ അല്ലേ. അതിനുശേഷം നമ്മൾ പോയിട്ട് കുറേ ഫോട്ടോസ് എടുത്തു. ഗ്രാജുവേഷൻ സെറിമണിക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ സിനാൻ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു, കുറേ ഫോട്ടോ എടുത്തു കേട്ടോ. കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഗ്രാജുവേഷൻ, അതും മഴയില്ലാണ്ട് അങ്ങനെ നടന്നു. ബിടെക്കിൽ ഗ്രാജുവേഷൻ സെറിമണി ഉണ്ടായില്ല, സെറിമണി. സെറിമണി. അപ്പം അങ്ങനെ അവൻ 4 വാക്ക് പറ. അവൻ കൺഗ്രാറ്റ്സ് ഓൺ ദാറ്റ്. മറ്റേ ആ കീനോട്ടിനകത്ത് ഇവര് പറഞ്ഞ പോലെ യു ഹാവ് 2 ചോയ്സസ്. നിനക്ക് നോബൽ ലോറേറ്റ് ആവാം, അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ ആവാം. ചൂസ് ചെയ്താൽ മതി. അതെ, ഞാൻ ചൂസ് ചെയ്തു. അപ്പം അങ്ങനെ അപ്പം എന്തായാലും നമ്മൾ മെയിൻ പരിപാടി ഇന്നത്തത് കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ രാത്രി ഫ്രണ്ട്സിൻ്റെ കൂടെ ഡിന്നറും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓൾസോ താങ്ക്സ് ബ്രോ ഫോർ കമ്മിങ്, ഫോർ ഹെൽപ്പിംഗ്. അച്ഛനും അമ്മയ്ക്കും എല്ലാവരും കൈ, അത് കോമഡി ആയിരിക്കും, എന്നാലും അച്ഛനമ്മയും കാണുന്നുണ്ടാവില്ല, എന്നാലും നിങ്ങൾ സൂപ്പറാണ്. അപ്പം അങ്ങനെ ഇനി എന്തായാലും നമ്മൾ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ.
അങ്ങനെ ഗ്രാജുവേഷൻ സെറിമണി കഴിഞ്ഞ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അമ്മ എപ്പോഴും പറയും ഭയങ്കര ഹാപ്പി എന്ന് ഒരുമിച്ച് പറയില്ല, ഭയങ്കര എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്നതെന്നാണ്. ബട്ട് എന്താണെങ്കിലും ഞാൻ നല്ല ഹാപ്പിയാണ്. വീട്ടുകാർക്ക് വരാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമമുണ്ട്, പക്ഷെ അവർ വീട്ടിലിരുന്നിട്ട് കണ്ടു, അവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. നമ്മൾ റൂമിലെത്തി, പൂക്കളൊക്കെ നമുക്ക് മാറ്റി വെക്കണ്ടേ, ആ കാര്യങ്ങളൊക്കെ ചെയ്തു. ഈവൻ ഇപ്പം ഞാൻ വേറൊരു കാര്യത്തിലും ലക്കിയാണ്. ഞാനിവിടെ വന്ന് ഈ ഒരു 2 years അവൻ ഓൾമോസ്റ്റ് ഒരു 4-5 പ്രാവശ്യം ഇവിടെ വരാൻ പറ്റി, ഇവിടെ വന്നിട്ട് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റി. അപ്പം ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു ഒരുപാട് അങ്ങോട്ട് ലോൺലി ആയിട്ടുള്ളൊരു ഫീല് എനിക്കങ്ങനെ ഒത്തിരി ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, പൊതുവേ എല്ലാവരും പറയുന്ന പോലെ. സോ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കി ആയിരുന്നു. റൂമിലെത്തി അധികം നേരമൊന്നും കഴിഞ്ഞില്ല, അപ്പോഴത്തേക്കാണ് നമ്മൾ പിന്നെ ഇറങ്ങി. ഇപ്പോൾ പോകുന്നത് സ്റ്റൈൻ്റെ വീട്ടിലേക്കാണ്. സ്റ്റൈൻ്റെ പാരൻസ് ഉണ്ട്, അപ്പോൾ അവൻ്റെ വക ഒരു പാർട്ടി ഉണ്ട്, ഒരു ഡിന്നർ പാർട്ടി. അതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് പുഷ് ചെയ്തിട്ട് ഇറങ്ങിയത്. ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പോയത് സിസ്റ്റം പോളിഗേറ്റിലേക്കാണ്, നമ്മുടെ നാട്ടിലെ കള്ള് ഷോപ്പ്. ഒരു വൈൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. ഇവിടെയൊക്കെ പാർട്ടിക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോകാന്നുള്ളൊരു ഒരു കർട്ടസി ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു വൈൻ വാങ്ങിച്ചു. അവിടെ എത്തിയപ്പോഴത്തേക്ക് പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല തകൃതിയിൽ നടക്കുകയാണ്. സ്റ്റൈൽ ഒരു അമേസിങ് കുക്കാണ്, ആൻഡ് ശ്രീയും അതുപോലെ തന്നെയാണ്. രണ്ടുപേർക്കും കുക്ക് ചെയ്തിട്ട് ആൾക്കാർക്ക് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഞാനൊക്കെ ഫുഡ് കഴിക്കണ്ടേന്ന് വിചാരിച്ച് കുക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ്, പക്ഷേ ഇവരൊന്നും അങ്ങനെയല്ല. അതുകൊണ്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള കുക്കിംഗ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. വേറെ വലിയ ഹെൽപ്പൊന്നും ചെയ്യാനൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് അവനും ഞാനൊക്കെ അങ്ങനെ ചുമ്മാ തിരിഞ്ഞ് നടന്നു. അവൻ പിന്നും പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ ചുമ്മാ അവിടെ ഇരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് 30 പേർക്കുള്ള ഫുഡ് സ്റ്റൈനും ശ്രീയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് അവർ കുക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. റിസോർട്ടും ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ സ്റ്റൈൻ്റെ പപ്പ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടായിരുന്നു. കേക്ക് ആണോ, ഒരു ചീസ് കേക്ക്, യെസ്, ഒരു ചീസ് കേക്ക് ഉണ്ടായിരുന്നു. Rhubarb from our own garden and eggs from our own chicken. നമ്മൾ സ്റ്റൈൻ്റെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇപ്പം സമയം എത്രയായി? അയ്യോ, സമയം കാണുന്നില്ല. 9:30 ആയോ എനിക്കറിയില്ല, പക്ഷെ കുറച്ച് 9:30 ആണോ, രാത്രി കേട്ടോ. നല്ലായിരുന്നു. കുറച്ച് നേരം എല്ലാവരും ആയിട്ടിരുന്നു സംസാരിച്ച്. മെലിസ് ഉണ്ടായില്ല, ബാക്കി എല്ലാവരും ഉണ്ടായി. നല്ലായിരുന്നു. എല്ലാവരും അടുത്ത ആഴ്ചക്കായിട്ട് പോവാണ്. അപ്പം നമ്മൾ തിരിച്ച് ബസ് എടുക്കാൻ നോക്കിയപ്പോൾ ബസ് 17 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മൾ വീട്ടിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ഗ്രാജുവേഷൻ ഡേ നടന്നിട്ടുള്ള കാര്യങ്ങൾ. അടിപൊളിയായിരുന്നു, നല്ല ഗ്രാജുവേഷൻ ആയിരുന്നു. പക്ഷെ കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചെൽവാൻ വെയിറ്റ് പോലെ ലേറ്റർ ദാറ്റ് നൈറ്റ് ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ആൻസ് എനിക്കൊരു കേക്ക് ഒക്കെ ആയിട്ട് വന്നു. എനിക്ക് ആരും സർപ്രൈസ് തരില്ല എന്നുള്ള കംപ്ലൈൻറ്റ് കാരണമാണ് തോന്നുന്നു ഇവർ രണ്ടും കൂടെ ഇങ്ങനൊരു കാര്യം പ്ലാൻ ചെയ്തത്. ഞാനിത് അറിയുന്നേ ഉണ്ടായില്ല, ഇപ്പോഴാണ് ഞാൻ അവളെ കാണുന്നത്. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, ഹാപ്പി ഗ്രാജുവേഷൻ കുട്ടിക്ക്. നീ ഉണ്ടാക്കണോ? ഇതാണ് വട്ടത്തിലുള്ളത് ഞാൻ കണ്ടത്. കണ്ടില്ല, അവൾക്ക് മനസ്സിലായില്ല. അവള് വട്ടം മാത്രമേ കണ്ടുള്ളൂ. താങ്ക് യു. അല്ല, ഞാൻ ആൻസി വല്ലാത്തൊരു ഫ്രണ്ട് കേട്ടോ. ആർക്കതല്ല, ഞാൻ തന്നെ കഴിക്കാൻ. അവള് വെച്ചോട്ടോ, അവൾ ഉണ്ടാക്കിയല്ലോ ഇത്ര കഷ്ടപ്പെട്ടിട്ട്. അവള് കഴിച്ചില്ല, എന്റെ വായിൽ വെച്ച്. കൊള്ളാം.